കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. വൃശ്ചികത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്ത പക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെളുത്ത പക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം. എന്നാൽ തൃപ്രയാറപ്പന്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമായത്. ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ. ലക്ഷ്മി ദേവി, ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ഏകാദശി ദിനത്തിലെ ഭഗവാന്റെ നിർമാല്യ ദർശനം ശ്രേഷ്ഠവും പുണ്യദായകവുമാണ്. ഗുരുവായൂരിൽ ഏകാദശി ദിന ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും. ഏകാദശി ദിവസം രാത്രിയിൽ ഭഗവാന് ദ്വാദശി സമർപ്പണവുമുണ്ട്. അന്നേ ദിവസം ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. ഏകാദശിയുടെ തലേന്ന് നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക്. അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായ ശ്രീരാമന് പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ തേവർക്കാണ് സമർപ്പിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ കൊടിയേരി ഉത്സവം പതിവില്ല. തൃപ്രയാർ ഏകാദശി 14 ദിവസമാണ് ആഘോഷിക്കുന്നത്. ഇതിനു മുന്നോടിയായി 39 ദിവസം നീണ്ടു നിൽക്കുന്ന നിറമാല വിളക്കുണ്ടാകും. ദ്വാദശിയുടെ അന്ന് ഗോതമ്പ് ഭക്ഷണം നൽകിയാണ് ഉത്സവം അവസാനിക്കുന്നത്. സാധാരണ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് തൃപ്രയാർ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ. തുടർന്ന് ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം എടുക്കേണ്ടതാണ്. അതിന് സാധിക്കാത്ത വിശ്വാസികൾക്ക് പഴങ്ങളും മറ്റും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിനം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനു മുമ്പിൽ വിളക്ക് കൊളുത്തി മന്ത്രജപങ്ങളോടെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ അനവധിയാണ്. ഇതിലൂടെ വിഷ്ണുപ്രീതിയും സർവൈശ്വര്യങ്ങളും കൈവരും എന്നാണ് വിശ്വാസം. വൃശ്ചികം 29, അതായത് ഡിസംബർ 15 തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി ആഘോഷിക്കുന്നത്.